ചേർന്നു മയങ്ങാനേഴു വർണ്ണവും നീ അണിയൂ. നീലരാവുകളും നീ കുളിരും പകരം ഞാൻ നൽകും. അനുരാഗത്തിൻ വേളയിൽ വരവായി വന്നൊരു സന്ധ്യയിൽ Today our chief guest, Honorable former Minister and Honorable former Opposition Leader, People's Leader, Mr. Ramesh Chennittala MLA. ശ്രീ ഉമ്മൻചാണ്ടിയുടെ 50ാമത് MLA എന്ന നിലയിലുള്ള വാർഷികത്തോടനുബന്ധിച്ചാണ് ഇത് തുടങ്ങിയത്. ഇനാഗുറേറ്റ് ചെയ്തത് ബഹുമാനായ ശ്രീ ഉമ്മൻചാണ്ടിയാണ്. ഗ്ലോബൽ ന്യൂസ് എന്ന് പറയുന്ന ഓൺലൈൻ പോർട്ടൽ എന്നത് മാത്രമല്ല, ലോകത്തെ മലയാളികളെയും അമേരിക്കയിലെ മലയാളികൾക്ക് ഒന്നിക്കുവാനുള്ള ഇതുപോലെയുള്ള വേദികൾ ഒരുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇത് സ്നേഹത്തിന്റെ ഒരു കൂടിച്ചേരലാണ്. തമ്മിൽ പരിചയപ്പെടുക എന്നുള്ളതാണ് ഈ മീറ്റിംഗിന്റെ പ്രത്യേകത. പരസ്പരം പരിചയപ്പെടുക, സ്നേഹം പങ്കുവെക്കുക, അറിയുക, തമ്മിൽ അറിയുക. We are always there as a counseling. We are always there to help you out, whatever possible way, and engage in any future interview. Thank you very much. First of all, I congratulate Mr. James Koodal for organizing such a meet. Number one, to get to know each other and to know the business avenues here and to promote all kinds of business by the NRIs. So I feel that this conference, India-American Fest, will definitely give a new direction to the people who are living in Houston and other states of United States of America, from India and other parts of the world. Basically, World Marine Council is a thought leadership. അതൊരു വലിയ വാക്കാണ്, thought leadership. ആ ഒരു രീതിയിൽ അതിനെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ വന്നതിന് ശേഷം ഞാൻ കുറെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ആ തോട്ട് ലീഡർഷിപ്പ് അതിനകത്ത് ആവശ്യമായിരിക്കും. ഡ്യുവൽ സിറ്റിസൺ എന്നുള്ളത് ഒരു ആഗ്രഹമാണ്, ഒരു ആശയമാണ്. എന്നാൽ ടെക്നിക്കലി അത് ഇന്ത്യയും US-ഉമായിട്ട് ഇഫക്ച്വലി വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കോൺസ്റ്റിറ്റ്യൂഷനിൽ ഞാനൊരു വിദഗ്ധനല്ല, എന്നാൽ അവിടുത്തെ അദ്ദേഹത്തിന് എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ ഇതാണ്: ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ അങ്ങനെ ഒരു സംവിധാനം ഇഫക്ച്വലി പോസിബിൾ അല്ല ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷനിൽ. അത് ഫോമിക്കോ ഫൊക്കാനിക്കോ വേൾഡ് മലയാളിക്കോ നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ OCI പോലുള്ള ചില മേഖലകളിൽ അതിന്റെ ചില പാർട്ടില് നമ്മൾക്ക് സഹകരിച്ച് പ്രവർത്തിക്കുന്നതോടുകൂടി അതിനകത്ത് വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഫോമയുടെ പ്രവർത്തനങ്ങൾ അടുത്ത 2 വർഷക്കാലം നമ്മുടെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഫോമയുടെ പ്രവർത്തനങ്ങൾ ഒന്നിച്ചു കൊണ്ടുപോകാനായിട്ട് നമുക്ക് ഭംഗിയായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുമെന്ന് ഈ അവസരത്തിൽ നിങ്ങളെ അറിയിക്കുകയാണ്. It can become anything in the United States of America. That we must strive for. There is no caste here, there is no society here, there is nothing. A little common sense, little hard work, little shrewdness, little smartness make you very comfortable in this world. ഈ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ സ്വാധീന ശക്തിയായി മാറാൻ ഇന്ത്യൻ സമൂഹത്തിന് കരുത്തുണ്ടാകാൻ വേണ്ടിയുള്ള നേതാക്കന്മാരെ വളർത്തിയെടുക്കാൻ ഈ അമേരിക്കൻ സമൂഹത്തിന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. So in Dubai today, real estate is happening big time, and in terms of investment, if you look at an average ticket size of a 4-bedroom townhouse, which is a decent income, a 4-bedroom townhouse, and repeat, $500,000. Can you believe? We do anything you can think about, residential, commercial, multi-family, high-rise strips and gas stations, anything in the real estate world, we have the expertise. We are all very capable leaders here. എല്ലാവരും കഴിവുള്ള ആൾക്കാരാണ്. So use that to improve the community which we are living. Like these leaders are doing, step out of our Malayali comfort zone, and you can also make a huge impact in our local communities as well. I just want to thank James Koodal and team for giving me this opportunity, and all the best for collaborating. Thank you. Tax problems or international tax compliances, you can reach out to me. If anyone wants to have any specific questions, you can come to me. We can have a talk. അപ്പൊ ജീവിച്ചിരിക്കുമ്പോൾ മാക്സിമം എൻജോയ് ചെയ്യുക. അതിനുള്ള ബെനിഫിറ്റ് അവിടെ ഉണ്ടാകും. കാലശേഷം നിങ്ങൾ സമ്പാദിച്ചതിന്റെ ഇരട്ടി വേണമെങ്കിൽ അടുത്ത തലമുറയ്ക്ക് വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാനുള്ള സാധ്യത ഇവിടെ ഉണ്ട്. അതിനുള്ള പ്ലാൻ പദ്ധതിയാണ് ഞാൻ ചെയ്യുന്നത്. എന്താണ് ഇത്രയും ചലഞ്ചായിട്ട് തോന്നിയ പൊതുപ്രവർത്തനങ്ങളുണ്ടായി? ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തില് കൂടുതൽ യുവാക്കൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നില്ല. എന്താണ് നമുക്ക്
നമുക്ക് ഒരു രാഷ്ട്രീയ നേതാവെന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് രാഷ്ട്രീയ പാർട്ടികൾ തന്നെ അവരുടെ പ്രവർത്തന ശൈലികളിൽ മാറ്റം വരുത്തണം. ചെറുപ്പക്കാരെ കൂടുതൽ ആകർഷിക്കത്തക്ക നിലയിൽ അവരെ പൊതുജീവിതത്തിലേക്ക് എത്തിക്കത്തക്ക നിലയിൽ പ്രവർത്തിക്കണം. പല രാഷ്ട്രീയ പാർട്ടികളും അതിന് ശ്രമിക്കുന്നില്ല, എൻ്റെ പാർട്ടി ഉൾപ്പെടെ. അപ്പൊ അതുകൊണ്ട് എല്ലാ പാർട്ടികളും ഈ കാര്യത്തിൽ പാർട്ടികൾ വ്യത്യാസമില്ലാതെ തന്നെ ചെറുപ്പക്കാർക്ക് കൂടെ പ്രാധാന്യം കൊടുക്കാനും അവർക്ക് അവസരം കൊടുക്കാനും തയ്യാറാകും. നമ്മുടെ ഈ ഓർഗനൈസേഷനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു IMAയോടോ YMCAയോടോ ഒരു പരിധിവരെ ലയൺസ് ക്ലബിനോടോ കമ്പയർ ചെയ്യാവുന്ന ഒരു ഓർഗനൈസേഷൻ. സോ ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഈസ് നോട്ട് എ ഫെഡറേഷൻ. It is one organization which has branches. Among all the Malayalis in the World Malayali Council, help me God. Thank you. Back in India, she enjoys fashion and she enjoys making a difference in the community. Give it up for the lovely lady in pink, Vidisha, everybody. A loving mom and also wants to make a huge difference in the community through her humanity. She's also passionate about arts and fashion and pageants. Ladies. Of fashion. Fits you really well, my friend. Along with Sri Shukesh, I would also like perfect. Amendi matram San Antonio nivide ettirikkunnaanu. From Bani, presenting to the winner gift vouchers. Let me also take a moment to invite our judges. Karma Sesha Award goes to Sri Ramesh Chennithala. അനുരാഗത്തിൻ വേളയിൽ വരവായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടൂ പ്രേമാർദ്രം. ചിപ്പി പോലൊരു കണ്ണിനുള്ളിൽ വന്നൊരു കിന്നാരം ധരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗം. Rock the bunny baby,